വെൽക്കം ടു അംബിഷൻ PSC യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2022 പ്രകാരം 2018-2022 ഇടയിൽ രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം 74.8 വയസ്സ്. രണ്ടാം സ്ഥാനം ഡൽഹി. രാജ്യത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഏറ്റവും കൂടുതലുള്ളതും കേരളത്തിലാണ്. 2028 മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇൻസ്പേസിൻ്റെ അനുമതി കിട്ടിയ സ്വകാര്യ കമ്പനി ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള അനന്ത് ടെക്നോളജീസ്. US-ലെ ദ്വികക്ഷി രാഷ്ട്രീയത്തിനുള്ള ബദലെന്ന് പറഞ്ഞ് ടെസ്ല CEO ഇലോൺ മസ്ക് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ദി അമേരിക്ക പാർട്ടി വിപണി മൂല്യത്തിൽ $4 ലക്ഷം കോടി നേടുന്ന ആദ്യ കമ്പനി എൻവിഡിയ. ട്വിറ്ററിൻ്റെ സഹസ്ഥാപകനും മുൻ CEOയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ബിറ്റ് ചാറ്റ്. ഇൻ്റർനെറ്റ് ഇല്ലാതെ സന്ദേശങ്ങൾ കൈമാറാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തനം. നീല അസ്ഥികളും പച്ച രക്തവുമുള്ള തവളയെ കണ്ടെത്തിയത് അരുണാചൽ പ്രദേശിലെ നംദഫ നാഷണൽ പാർക്കിൽ നിന്ന്. പട്കായി പച്ചമരത്തവള. ഭ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡൽഹി സർവകലാശാലയിലെ മലയാളി പ്രൊഫസർ SD ബിജുവും ശിഷ്യൻ തേജ് ടാജോയുമാണ് തവളയെ കണ്ടെത്തിയത്. ഈയിടെ അന്തരിച്ച ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആന. 100-ലേറെ വയസ്സുള്ള വത്സല. മധ്യപ്രദേശിലെ പന്ന കടുവ സങ്കേതത്തിലായിരുന്നു